എൻ്റെ പേര് ഉഷ റെജി. മുത്തോലിയിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത്. ഞാൻ 24 മുതൽ കുടുംബടിയിലാണ്. ഞാനും എൻ്റെ മക്കളും ഒക്കെ പ്രാർത്ഥനയിലും പരിശുദ്ധ അമ്മയുടെ ഭക്തരാണ്. അവർ ഞങ്ങളുടെ മകളുടെ ജീവിതത്തിൽ നടന്ന ഒരു വലിയ അനുഗ്രഹത്തിന് അമ്മയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് ഞാൻ അമ്മയുടെ സന്നിധി സമർപ്പിച്ചോളാമെന്ന് ഞാൻ അമ്മയോട് വാക്ക് പറഞ്ഞിരുന്നു. അങ്ങനെ ഞാൻ മക്കളെയും കൊണ്ട് വന്നതാണ്. എൻ്റെ പേര് ആൻമേരി മാത്യു. ഞങ്ങൾ UK സെറ്റിൽഡാണ്. ഇതെൻ്റെ ഹസ്ബൻഡ് അലോക്. ഞങ്ങളുടെ കുഞ്ഞാണ് ഡിയോക്ക്. മാതാവ് തന്ന വലിയൊരു അനുഗ്രഹത്തിന് നന്ദി പറയാനാണ് ഞങ്ങളിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ലാസ്റ്റ് ഇയർ 2025 ഓഗസ്റ്റ് 14 ഞങ്ങൾക്ക് ബേബി ഉണ്ടായത്. എനിക്ക് എൻ്റെ ത്രൂ ഔട്ട് പ്രഗ്നൻസി ഒരു കുഴപ്പങ്ങളോ ഒരു കോംപ്ലിക്കേഷൻസോ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഡെലിവറിയുടെ അന്ന് എനിക്ക് ഇൻഡ്യൂസ് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. അപ്പം എനിക്ക് ഡെലിവറി പിന്നെ പ്രോഗ്രസ് ആവാത്തത് കൊണ്ട് സിസേറിയൻ എടുക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ സിസേറിയൻ കഴിഞ്ഞിട്ട് കുഞ്ഞിനെ ആദ്യം ഫിസിക്കൽ എക്സാമിനേഷൻ ചെയ്യും ഡോക്ടേഴ്സ്, തല തൊട്ട് കാല് വരെ. അപ്പോൾ അങ്ങനെ ചെയ്ത സമയത്ത് കുഞ്ഞിൻ്റെ തലയിലെ ലെഫ്റ്റ് പരേറ്റൽ ബോൺ എന്ന് പറയും, അത് അവർക്ക് ഫീൽ ചെയ്യുന്നില്ലായിരുന്നു. ബോൺ ഉണ്ടോ ഇല്ലയോ എന്ന് ഡോക്ടേഴ്സിന് കൺഫർമേഷൻ പറയാൻ പറ്റുന്നില്ലാത്തൊരവസ്ഥയെത്തി. പെട്ടെന്ന് ഒരു കോംപ്ലിക്കേഷൻസോ ഒന്നും ഇല്ലാതിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് പെട്ടെന്ന് ഇങ്ങനൊരു സിറ്റുവേഷൻ കേട്ടപ്പം ഞങ്ങൾക്കും എന്താണെന്ന്, അല്ലെങ്കിൽ കേട്ടിട്ടുള്ളൊരു രോഗാവസ്ഥയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് നമുക്കറിയാം എൻ്റെ സിംറ്റംസ് എന്നാണ്, എന്തായിരിക്കും അതിന് കോംപ്ലിക്കേഷൻസ്. ഈ ഒരു സാഹചര്യം കേട്ടപ്പോൾ ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ലാതെ ഞങ്ങൾ സ്റ്റക്കായിരുന്നു. അപ്പോഴും ആദ്യം ഡോക്ടേഴ്സ് പറഞ്ഞു ചിലപ്പം പ്രൊസീജിയർ ചെയ്തതപ്പം കുഞ്ഞിനെ എടുത്തത് കൊണ്ടൊക്കെയുള്ള സ്വെല്ലിങ് കാരണമായിരിക്കാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പിറ്റത്തെ ദിവസമായിട്ട് ഡോക്ടേഴ്സ് വന്ന് നോക്കിയിട്ട് അവർക്ക് ഉറപ്പ് പറയാൻ പറ്റുന്നില്ലാത്തതുകൊണ്ട് കുഞ്ഞിനെ ഒരു സ്കാൻ ചെയ്തു, സാധാ ഒരു സ്കാന്. അപ്പോഴും അവർക്ക് ഉറപ്പ് പറഞ്ഞില്ല. അങ്ങനെ ഡേ 2 കുഞ്ഞിനെ CT കൊണ്ടുപോകേണ്ടതായിട്ട് വന്നു. അങ്ങനെ CT സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ബോണുണ്ട്, വളരെ തിന്നാണ് ബാക്കി ബോൺസിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പം. അപ്പം അത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചെന്നോ ഡോക്ടേഴ്സിന് പോലും ഒരു ആൻസർ ഇല്ലായിരുന്നു. അങ്ങനെ ഒരു കണ്ടീഷൻ, ഒരു പേരും ഇല്ല. അപ്പം അങ്ങനെ കുഞ്ഞിനെ ഒബ്സർവേഷൻ, വേറെ ഒരു സിംറ്റംസും കൊച്ചിന് കാണിക്കുന്നില്ലായിരുന്നു. സാധാരണ അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ പാൽ കുടിക്കാൻ ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ കാണിക്കും. കുഞ്ഞിന് വേറെ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ലായിരുന്നു. അങ്ങനെ കുഞ്ഞിനെ NICUലോട്ട് മാറ്റി. അപ്പോഴും ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, അതിങ്ങനെ പകച്ചിരിക്കുകയായിരുന്നു. അപ്പം നമ്മൾ നാട്ടിൽ വിളിച്ച് മമ്മിയോടൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ മമ്മി കുഞ്ഞിൻ്റെ ഒരു ഫോട്ടോയായിട്ട് ഇവിടെ വന്ന് കൃപാസനത്തിൽ വന്ന് അച്ഛൻ്റെ അടുത്ത് ഒരു ഫോട്ടോ കൊടുത്ത് അച്ഛൻ ഇവിടെ മാതാവിൻ്റെ രൂപത്തിൽ മുത്തിക്കുകയോ പ്രാർത്ഥിക്കുകയോ ഒക്കെ ചെയ്തിരുന്നു. അങ്ങനെ ഞങ്ങളും വളരെ വിശ്വാസത്തോടെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അപ്പോഴാണ് എൻ്റെ കയ്യിൽ തൈലമൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ച് 3-4 വർഷമായി പോയിട്ട്, അത് കഴിഞ്ഞിട്ട് ഞാൻ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം എനിക്ക് എൻ്റെ ആൻറ്റി അവിടെ ഒന്ന് മാതാവിൻ്റെ തൈലം കൊണ്ടും തന്നു. അതുപോലെ തന്നെ ആ NICUലുണ്ടായിരുന്ന ഒരു നേഴ്സും അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ തലയിൽ പ്രത്യേകിച്ച് നെറ്റിയിലും ആ ബോണിൻ്റെ ആ ഭാഗത്തും വിശുദ്ധ തൈലം കുരിശു വരച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു. ലെഫ്റ്റ് പരേറ്റൽ ബോൺ, അതായത് ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഈ ബോണിനായിരുന്നു പ്രശ്നം ഉണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ ഓരോ ദിവസവും എപ്പോഴൊക്കെ കുഞ്ഞിൻ്റെ അടുത്ത് പോകുന്നു അപ്പോഴെല്ലാം നമ്മൾ വിശുദ്ധ തൈലം കുരിശു വരച്ച് പ്രാർത്ഥിക്കുകയും വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് ഞങ്ങൾ ഓരോ പ്രാവശ്യം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അതുകൂടാതെ തന്നെ ഞങ്ങൾ അച്ഛൻ്റെ ധ്യാനത്തിൻ്റെ ക്ലാസ് യൂട്യൂബിൽ ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ പ്ലേ ചെയ്യുമായിരുന്നു, കുഞ്ഞിൻ്റെ അടുത്ത് ഇരിക്കുമ്പോൾ പോലും. അപ്പം ഞങ്ങൾ ആ NICUലുള്ള ബാക്കി എല്ലാ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ്, നമ്മളെക്കാളും വളരെ മോശം അവസ്ഥയിലുള്ള വളരെ അധികം കുഞ്ഞുങ്ങളുണ്ടായിരുന്നു, ഞങ്ങൾ അവർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ദിവസങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും തോറും 3 ദിവസത്തോളം കുഞ്ഞിനെ ഒബ്സർവേഷനിൽ കിടത്തേണ്ടി വന്നു. ഓരോ ദിവസവും കുഞ്ഞിന് ആ ഇമ്പ്രൂവ്മെൻറ്റ് ഡോക്ടേഴ്സ് പറയുന്നുണ്ടായിരുന്നു. എങ്ങനെ ഇമ്പ്രൂവ് ആയെന്നോ ഒരു ട്രീറ്റ്മെൻറ്റും കുഞ്ഞിന് കൊടുത്തിട്ടില്ല. ഒബ്സർവേഷന് വേണ്ടി മാത്രമാണ് അവിടെ NICU കൊണ്ടേ കിടത്തിയത്. ദിവസങ്ങൾ മുന്നോട്ട് പോകും തോറും കുഞ്ഞിൻ്റെ ബോണ് നമുക്ക് കൈകൊണ്ട് പിടിക്കുമ്പോൾ ഫീൽ ആയിക്കൊണ്ടിരുന്നു. അങ്ങനെ 3-ാം ദിവസം കുഞ്ഞിനെ ഡിസ്ചാർജ് ചെയ്ത് റൂമിലോട്ട് വിട്ടു. അപ്പോഴും എനിക്ക് എൻ്റെ ഈ ഓപ്പറേഷൻ്റെ വേദനകൾ, ഈ കുഞ്ഞിൻ്റെ ഈ ഒരു അവസ്ഥ കാരണം ഞാൻ എൻ്റെ വേദനകളൊക്കെ നെഗ്ലക്റ്റ് ചെയ്താണ് ഓരോ ദിവസം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോഴും ഫുഡൊക്കെ ഞാൻ കഴിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് എന്നാൽ UTI ആയിരിക്കും എന്ന് പറഞ്ഞ് അവർ അതിന് വേണ്ടിയൊക്കെ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വിടാതിരുന്നത്. അങ്ങനെ ഞങ്ങൾ ഒരു 4-5-ാമത്തെ ദിവസമായി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഛർദ്ദിക്കാൻ തുടങ്ങി. ഒരു രാത്രി മുഴുവൻ ഞാൻ ഛർദ്ദിച്ചു. ഞാനും എൻ്റെ ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ. ഞങ്ങൾ നെക്സ്റ്റ് ഡേ വീട്ടിൽ പോവാം, ഇനി ബാക്കിയുള്ള റെഫറലെല്ലാം കുഞ്ഞിൻ്റെ വരാനുണ്ട്. അപ്പോൾ അതൊക്കെ വിചാരിച്ച് ഞങ്ങളിങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പം ഇതുപോലെ ഛർദ്ദി സ്റ്റാർട്ട് ചെയ്തു. ഒരു രാത്രി മുഴുവൻ ഛർദ്ദിച്ചു. പിറ്റത്തെ ദിവസമാണ് അൺഫോർച്ചുനേറ്റ്ലി അന്ന് രാത്രി മുഴുവൻ ഡോക്ടേഴ്സ് ബിസി ആയിരുന്നാണ് പറഞ്ഞിരുന്നത്. വളരെയധികം വിഷമത്തിൽ കൂടെയായിരുന്നു ഞങ്ങളന്ന് കടന്നു പോയത്. ഞാൻ അപ്പോഴും മാതാവിൻ്റെ കാശ് രൂപമുള്ള കൊന്ത എൻ്റെ അടുത്തുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനിങ്ങനെ
ദേഹത്തോട് ചേർത്ത് വെച്ച് എൻ്റെ വയറിനോട് ചേർത്ത് വെച്ച് ഒത്തിരി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിരുന്നു. അതുപോലെ അച്ഛൻ്റെ ക്ലാസ് ഞാൻ എപ്പോഴും ഇങ്ങനെ ധ്യാനം യൂട്യൂബിൽ ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടേ ഇട്ടിരുന്നു. അങ്ങനെ പിറ്റത്തെ ദിവസം CT ചെയ്തപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു എൻ്റെ ബവൽസ് സ്റ്റക്കാണ്, അപ്പം ചിലപ്പോൾ റീഓപ്പൺ ചെയ്യേണ്ട വരും, ഇല്ലെന്നുണ്ടെങ്കിൽ ട്യൂബ് ഇട്ടിട്ട് ബവലിന് ഫുൾ റെസ്റ്റ് കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ട്യൂബ് ഇട്ടു, എന്നെ ഒബ്സർവേഷൻ റൂമിലോട്ട് മാറ്റി. അങ്ങനെ 3 ദിവസം അവിടെയായിരുന്നു. ആകെ കൊച്ചിന് ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുന്നുണ്ടെങ്കിലും എനിക്ക് IV ഫ്ലൂയിഡ് മാത്രം ഇട്ട് എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു, വളരെ ക്ഷീണം. ഞങ്ങളുടെ ആദ്യത്തെ കുഞ്ഞാണ്, അപ്പം കുഞ്ഞിനെ നോക്കാനുള്ള കാര്യങ്ങളും അങ്ങനെ അത്ര അറിയത്തില്ല, നാട്ടിൽ നിന്നും ആരുമില്ല. അപ്പോൾ ഞങ്ങൾ വളരെയധികം മാതാവിനോട് പ്രാർത്ഥിച്ച് ഞങ്ങളുടെ ഓരോ ദിവസവും മാതാവിൻ്റെ കൃപയാലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതെല്ലാം കഴിഞ്ഞു. 3 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഫുഡ് പതുക്കെ സ്റ്റാർട്ട് ചെയ്തോളാൻ പറഞ്ഞു. എനിക്ക് വളരെ പേടിയുണ്ടായിരുന്നു. അപ്പം മമ്മി പറഞ്ഞു നീ മാതാവിൻ്റെ ഉപ്പിട്ട് പതുക്കെ സ്റ്റാർട്ട് ചെയ്തു, എന്ത് കഴിച്ചാലും മാതാവിൻ്റെ ഉപ്പിട്ട്. ഈവൻ വെള്ളം കുടിച്ചപ്പോൾ പോലും ഞാൻ മാതാവിൻ്റെ ഉപ്പ് കുറച്ച് ഇട്ടിട്ട് വെള്ളം കുടിക്കുകയും കഞ്ഞിയായിട്ടും ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ ഒരു കുഴപ്പവും കൂടാതെ 2-3 ദിവസത്തിനുള്ളിൽ തന്നെ ഞങ്ങൾ വീണ്ടും ഡിസ്ചാർജ് ആയി അവിടുന്ന് വീട്ടിൽ പോയി. അതിന് ശേഷമാണെങ്കിലും ഞങ്ങൾ മാതാവിൻ്റെ ഈവൻ രാത്രിയിലൊക്കെ ഞാൻ എഴുന്നേറ്റ് കൊച്ചിനെ ഫീഡ് ചെയ്യുമ്പോഴും ഞാൻ അച്ഛൻ്റെ ധ്യാനം യൂട്യൂബിൽ പ്ലേ ചെയ്തിട്ട് എൻ്റെ അടുത്ത് വയ്ക്കും. അപ്പോൾ അവനും കൊച്ചും കേട്ടുകൊണ്ടാണ് ഇരുന്ന് ഫീഡ് ചെയ്യുന്നത്. അങ്ങനെ ലണ്ടനിലെ UK മേജർ ഹോസ്പിറ്റൽസായ ഗോഷ്, കിങ്സ് അങ്ങനത്തെ ആശുപത്രിയിലെല്ലാം കുഞ്ഞിന് വേണ്ടി റഫറൽ വിട്ടിരുന്നു. കാരണം എപ്പോഴും CT എടുത്ത് നോക്കാൻ പറ്റില്ല എന്താണ് അവസ്ഥ എന്ന്. അങ്ങനെ ഓരോ പ്രാവശ്യവും സീനിയർ ആയിട്ടുള്ള കൺസൾട്ടൻസാണ് കൊച്ചിനെ കണ്ടത്. ഓരോ ദിവസവും നമ്മൾ ഈ തൈലം കുഞ്ഞിൻ്റെ തലയിൽ വരച്ച് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇരുന്നത്. ഒരു കൺസൾട്ടേഷനിൽ പോലും ഒരു ഡോക്ടേഴ്സ് ഒരു കൺസേണും പറഞ്ഞില്ല. അവർ ഞങ്ങളോടാണ് ചോദിച്ചത് എങ്ങനെയാണ് അത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റിയത്, എന്തുകൊണ്ടാണ് ഇതുണ്ടായെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മളെ തന്നെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ മാതാവ് ഞങ്ങൾക്കും എനിക്കും എൻ്റെ കുഞ്ഞിനും വളരെ വലിയൊരു സൗഖ്യമാണ് തന്നത്. മാതാവിനും ഈശോയ്ക്കും ഞങ്ങളൊരു 1000 നന്ദി പറയുന്നു. കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ എൻ്റെ മോള് അവിടെ നിന്ന് പൈസ തരും. ഞാൻ 10 കെട്ട് പത്രം വെച്ച് ഈ നിയോഗത്തിന് വേണ്ടിയിട്ട് വന്ന് മേടിച്ചു കൊണ്ടുവന്ന് എല്ലായിടത്തും കൊണ്ടുവന്ന് ആശുപത്രികളിൽ കൂടെയും ബസ് സ്റ്റാൻഡുകളിൽ കൂടെ എല്ലാം കൊണ്ടു നടന്ന് വിതരണം ചെയ്യുകയും അനാഥാലയങ്ങളൊക്കെ സന്ദർശിക്കുകയും അവിടെ ഫുഡ് കൊടുക്കുകയും ഞങ്ങളെ പറ്റുന്ന പോലെ ഉള്ള സഹായങ്ങളെല്ലാം മനുഷ്യർക്കും ചെയ്ത് ഞങ്ങൾ പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെയും സാക്ഷികളായിട്ട് മുന്നോട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാത്തിനും ഞങ്ങളിൽ ചൊരിഞ്ഞ എണ്ണിയാൽ തീരാത്ത നന്മകൾക്ക് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. പ്രഭാഷകൻ 42:15. ഞാൻ ഇപ്പോൾ കർത്താവിൻ്റെ പ്രവൃത്തികളെ അനുസ്മരിക്കുകയും ഞാൻ കണ്ടത് പ്രഘോഷിക്കുകയും ചെയ്യും. കർത്താവിൻ്റെ പ്രവൃത്തികൾ വചനം വഴി നിർവഹിക്കപ്പെടുന്നു. ഉഷാ രജി എന്ന ഈ അമ്മയും ആൻമേരി മാത്യു എന്ന ഈ മകളും ഉടമ്പടി ജീവിതത്തിലൂടെ ലഭിച്ച വലിയ രോഗസൗഖ്യങ്ങളെ അമ്മയുടെ സന്നിധിയിൽ സമർപ്പിച്ച സന്തോഷത്തോടു കൂടി സാക്ഷ്യപ്പെടുത്തുകയാണ്. പിറന്ന കുഞ്ഞിന് ഒരു വശത്ത് തലയോട്ടിയുടെ വളർച്ചയില്ലാതെ ഏറെ ക്ലേശം അനുഭവിച്ചതാണ് ഈ കുടുംബം ഈ അൾത്താരയിൽ സമർപ്പിക്കുന്ന സാക്ഷ്യം. പറയുന്നുണ്ട്, ഡോക്ടർമാർക്ക് പോലും അപരിചിതമായിരുന്ന ഒരു പ്രത്യേക അവസ്ഥ, പ്രഗ്നൻസി കാലത്ത് ഒരിക്കലും തിരിച്ചറിയാതിരുന്ന ഒരു കാര്യം. അവരതുകൊണ്ട് തന്നെ കുഞ്ഞ് ഏത് രീതിയിലാണ് അതിൻ്റെ ബൗദ്ധികമായ ശേഷി, തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെ ഏത് രീതിയിൽ മാറും എന്നറിയാതെ ഒബ്സർവേഷനിൽ വെക്കുമ്പോൾ ഈ അമ്മ ഈ കുഞ്ഞിൻ്റെ 3 ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞിൻ്റെ ഫോട്ടോയുമായി ഈ അൾത്താര ഇവിടുന്ന് ജോസഫ് അച്ഛനെ ഏൽപ്പിച്ചു കൊടുത്ത് അച്ഛൻ അമ്മ മാതാവിൻ്റെ തിരുനടയിൽ കൊണ്ടുപോയി കുഞ്ഞിന് വേണ്ടി ആശീർവദിച്ച് പ്രാർത്ഥിച്ച് തിരികെ കൊടുത്ത നിമിഷം മുതൽ അവിടെ ഈ കുഞ്ഞിനുണ്ടായ രോഗസൗഖ്യത്തിൻ്റെ മാറ്റങ്ങളാണ് ഈ അൾത്താരയിൽ പങ്കുവെക്കുന്നത്. സഹോദരി പറയുന്നുണ്ട്, അവിടെ ഒരു നേഴ്സ് ആ കുഞ്ഞിനെ നോക്കുവാൻ വേണ്ടി NICUയിൽ ഉണ്ടായിരുന്നത് ഉടമ്പടി എടുത്തിരുന്ന വ്യക്തിയായിരുന്നു. നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ട് ശുശ്രൂഷ ചെയ്തിരുന്ന ഒരു സഹോദരിയായിരുന്നു. അതുകൊണ്ട് ഒരിക്കൽ പോലും കൂടെ ആരുമില്ലെങ്കിലും അമ്മ മാതാവ് സംരക്ഷിക്കുന്നത് പോലെ കുഞ്ഞിനെ കാത്തുകൊള്ളും എന്നൊരു പ്രത്യാശ ഞങ്ങൾക്ക് ലഭിച്ചിരുന്നു. ആ നേഴ്സ് തൈലം പൂശി പ്രാർത്ഥിക്കുകയും ജപമാല ചേർത്ത് വെച്ച് കുഞ്ഞിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾക്കറിയാമായിരുന്നു. മറ്റൊരു ആൻറ്റി അതുപോലെ തന്നെ ഉടമ്പടി തൈലം കൊണ്ടുവന്ന് കൊടുക്കുകയും അതും കുഞ്ഞിൻ്റെ മേൽ പൂശി പ്രാർത്ഥിക്കുവാനായിട്ട് കുടുംബം ശ്രദ്ധിച്ചിരുന്നുവെന്ന്. ഒരു മരുന്നോ ലേപനമോ ഉപയോഗിക്കാതെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ അമ്മ മാതാവിൽ പൂർണ്ണമായി ശരണപ്പെട്ടുകൊണ്ട് ഈ കുഞ്ഞിനെ ഉപയോഗിച്ചുകൊണ്ട് മാത്രം ആ കുഞ്ഞിൻ്റെ ആ എല്ലിൻ്റെ വളർച്ച ഓരോ ദിവസവും ഫീൽ ചെയ്യുകയും പൂർണ്ണ ആരോഗ്യത്തിലേക്ക് കുഞ്ഞ് മാറുകയും ചെയ്തുവെന്ന്.
മകൾ സൂചിപ്പിച്ചു മറ്റ് ആശുപത്രികളിലേക്ക് ഇത് റെഫറലായി കൊടുത്തിരുന്നു. ഒരു റെയർ കേസ് ആയതുകൊണ്ട് വീണ്ടും കുഞ്ഞിന് എന്തെങ്കിലും ആരോഗ്യപരമായ വിഷയങ്ങൾക്ക് സാധ്യതയുള്ളത് കൊണ്ട് പൂർണ്ണ ആരോഗ്യത്തിലാണ് കുഞ്ഞെന്ന് ഉറപ്പിക്കുവാനായി കൂടുതൽ മികച്ച ആശുപത്രികളിലേക്ക് ഇത് റെഫറൽ കേസായി കൊടുത്തുവെങ്കിലും ഓരോ ഇടത്തും യാതൊരു കുഴപ്പവുമില്ലാതെ പൂർണ്ണ ആരോഗ്യത്തിലാണ് കുഞ്ഞുള്ളതെന്ന സന്തോഷ വർത്തമാനവും ഇതെന്താണ് എങ്ങനെ സംഭവിച്ചുവെന്ന് ഞങ്ങളോട് ചോദിക്കുന്ന അവസ്ഥയുമാണ് ഉണ്ടായിക്കൊണ്ടിരുന്നത്. പ്രിയമുള്ളവരെ, കണ്ണുകൾക്ക് വിശ്വസിക്കുവാനാവാത്തത്, മരുന്നുകൊണ്ട് ഫലമില്ലാത്തത്, ഡോക്ടർമാർക്ക് പോലും കണ്ടെത്താനാവാത്തത് ദൈവശക്തിയാൽ സൗഖ്യത്തിലേക്കും സമാശ്വാസത്തിലേക്കും പൂർണ്ണ ആരോഗ്യത്തിലേക്കും അമ്മ മാതാവും തിരുക്കുമാരനും ഓരോരുത്തരെയും നയിക്കും. വിളിച്ച് പ്രാർത്ഥിച്ചാൽ അനുഗ്രഹം അരികിലുണ്ട് എന്ന ഉറപ്പാണ് ഈ രാവിലെ മുതൽ ഈ അൾത്താരയിൽ ആവർത്തിച്ച് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപൂർവമായ രോഗങ്ങളുടെ അതിവേഗത്തിലുള്ള സൗഖ്യത്തിൻ്റെ സാക്ഷ്യങ്ങൾ ഓരോ കുടുംബവും വിവിധ ദേശങ്ങളിൽ നിന്ന് ഈ അൾത്താരയിൽ എടുത്തു പറയുമ്പോൾ അവരോരോരുത്തരും ഒന്ന് പറയും, ഞങ്ങൾ വിശ്വാസത്തോടെ ഉടമ്പടിയുടെ നേർച്ച വസ്തുക്കൾ പ്രയോഗിച്ചപ്പോഴൊക്കെയും അമ്മ കൂടെ നിന്ന് തിരുക്കുമാരനോട് പറഞ്ഞ് സൗഖ്യം നേടിത്തന്നുവെന്ന്. ഊമർ സംസാരിക്കുന്നത് തലച്ചോറിൻ്റെ എല്ലിൻ്റെ വളർച്ചയില്ലാത്തതിന് എല്ല് പൂർണ്ണ വളർച്ചയിലേക്ക് അതിവേഗം മാറിക്കിട്ടുന്നത്, ഉദരത്തിൽ നിന്ന് കുഞ്ഞ് പുറത്തു ചാടും വിധം കുഞ്ഞിനെ ആരോഗ്യ വിഷയങ്ങളില്ലാതെ ഡെലിവറി ചെയ്യുവാൻ സാധിക്കുന്നത്, ഓരോന്നും ഈ പ്രഭാതത്തിൽ തുടർച്ചയായ അമ്മയുടെ തിരുനടയിൽ നിന്നുകൊണ്ട് കുഞ്ഞുങ്ങളുടെ സാക്ഷ്യങ്ങൾ ആവർത്തിച്ച് പറയുമ്പോൾ എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. എന്ത് കുറവുണ്ടെങ്കിലും ഏത് അപകടകരമായ അവസ്ഥയിലൂടെ കുഞ്ഞുങ്ങൾ കടന്നു പോകുന്നുവെങ്കിലും അമ്മയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. അമ്മ കൂടെ നിന്ന് സാന്നിധ്യം കൊണ്ട് ഈശോയുടെ അനുഗ്രഹങ്ങൾ ഏതൊരു കുഞ്ഞിനും, ഉദരത്തിലുള്ള ശിശുവിനും, ജനിച്ചു വീണ കുഞ്ഞിനും നൽകുമെന്നതിൻ്റെ അടയാളമാണ് ഇങ്ങനെ ആവർത്തിച്ച് സ്ഥിരീകരണത്തോടുകൂടി സാക്ഷ്യങ്ങൾ വരുന്നത്. ഈ കുടുംബത്തിൽ ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്തി ഈ സാക്ഷ്യം സമർപ്പിക്കും. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.